വിഷു ഒന്ന് വേദിയിലോട്ട് വാ. നമ്മള് പിഷാരടിയുടെ തമാശകളാണ് പറയുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെന്നും അമ്മയുടേന്നും കിട്ടിയ വേറൊരു കാര്യം കൂടിയുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ അച്ഛൻ്റെന്നും അമ്മയുടേന്നും മറ്റേ അതായത് ആൾക്കാരുടെ എങ്ങനെ പെരുമാറുന്നതൊക്കെ കിട്ടിയെന്നുള്ള വാസ്തവം. പക്ഷേ ആ ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിനെ ഗംഭീരമായിട്ട് നോക്കിക്കാണും, വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട്. അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. അച്ഛൻ എന്തെങ്കിലും പറയാൻ ഇവനെല്ലാം പറഞ്ഞു കാടുകയറ്. അത്യധ്വാനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടും കൂടിയിട്ടാണ് അതിലുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഞാൻ പറഞ്ഞു പറയിപ്പിക്കാന്ന് ഇവന്മാര് പറയുള്ളൂ. അതാ അച്ഛൻ എന്താ പറയാ പോന്നെ? ഇതല്ല, ഇവൻ ആത്മാർത്ഥതയും ഹാർഡ് വർക്കും ഇവന്റെ ഒരു കൈ മുതലാണ്. അതിപ്പോ അവൻ പറഞ്ഞാൽ ചെറുപ്പത്തിൽ പറയാറുണ്ട്. അതൊരു കുക്കി പറയുന്നതെന്ന് മാത്രമേ പറയൂ, പക്ഷെ തീരെ ചെറുപ്പം മുതൽ കൊണ്ടു നടക്കുന്ന ഒരു എനിക്ക് കഥയിൽ പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ ഒരു കാര്യമുള്ളത്, വേണമെങ്കില് ഞാൻ തുണി ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പരിപാടിയുണ്ട്. ഞാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നത് എന്തേലും കിട്ടിയാലും നിങ്ങളെ ഇവിടുന്ന് ഇവനൊക്കെ വിടുള്ളൂ. അതാണ് കേൾക്കേണ്ടത്. അത് അല്ല, നിങ്ങളെ ഇവിടുന്ന് ഇവര് വിടിയല്ല, അതാ പറഞ്ഞത്. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ എവിടെ സ്ഥലം എവിടാ? വെള്ളൂർ പേപ്പർ കമ്പനി അടുത്ത്. അവിടെ ജനിച്ചു തന്നെയുള്ളൂ. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിലായിരുന്നു എനിക്ക് ജോലി. അപ്പൊ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ വീട്ടില് വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ വീട് വിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വീട് വിട്ട് പോവാണെങ്കിൽ ഞാൻ മേടിച്ചു തന്ന ഷർട്ടും മുണ്ടും പാന്റും നിക്കറൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, അതൊക്കെ എന്റെ അല്ല, അതൊക്കെ എനിക്ക് ഇവിടെ തന്നിട്ട് പോവെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. കൊടുത്തിട്ട് പോയി ഇല്ലേ? എത്ര വയസ്സിലായിരുന്നു? എത്ര വയസ്സിലാന്ന് ചെയ്യുന്നത്? അതൊരു 3-4 വയസ്സ്. 10 വയസ്സോ? 3-4 വയസ്സ്. 30 വയസ്സിലാ? അല്ലല്ല, 30 വയസ്സിലാണോ? ഇല്ല, എനിക്കൊരു 10 വയസ്സ്. ഞാൻ നടക്കുമ്പോഴേ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാൻ തുണിയില്ല റോഡ് സൈഡിൽ കൂടെ പോവുക. അയാൾ എന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. നന്നായി. എനിക്ക് ഒരു കഥ കിട്ടിയില്ലേ? ഇവരെ വിട്ടേക്കട്ടെ. വെള്ളൂരല്ലേ? വെള്ളൂര് ചേട്ടൻ പരിപാടിക്ക് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു. ഒരൊറ്റ കാര്യം കൂടെ, എങ്ങനെ ഇത്രയും സൗഹൃദങ്ങള്, ഇങ്ങനെ എല്ലാരും ഒരേപോലെ കാണാനും, ഇപ്പൊ ഇവർ രണ്ടുപേരും ഒക്കെ ആണെങ്കിൽ തന്നെ ജീവൻ കൊടുക്കും, അങ്ങനത്തെ സ്നേഹം, ഈ സൗഹൃദം, ഇത്രയും സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മകൻ അതിനൊരു പ്രത്യേകം കഴിവ് തന്നെയാണ്. എന്തുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഇവന് ദേഷ്യം വരില്ല. അടിപൊളി, കറക്റ്റ്. ഞാൻ സത്യമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടേ ഉള്ളൂ പിഷാരടി ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു തവണയേ ഉള്ളൂ. അതെനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന അല്ലാണ്ട് ഒരു അവസ്ഥയിലും പിഷാരടി ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല.